ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? അത് വിശപ്പോ, പരാജയമോ, നഷ്ടപ്പെടലോ ഒന്നുമല്ല. ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധർ റീസെന്റ് നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ഒറ്റപ്പെടലാണെന്നാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള ജോലിക്ക് പോകുന്ന, പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന, നല്ല അടിപൊളി ലൈഫാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ആൾക്കാർക്കുമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടലുള്ളത്. ഈ ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറയുന്നതുണ്ടല്ലോ, അനുഭവിച്ച് മാത്രം അറിയാൻ പറ്റുന്ന ഒന്നാണ്. ബീയിങ് ലോൺലി ആൻഡ് ബീയിങ് അലോൺ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കംഫർട്ടിന്, നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഒറ്റയ്ക്കിരിക്കില്ലേ, അതാണ് ബീയിങ് അലോൺ. പക്ഷേ ഈ ലോൺലിനെസ് എന്ന് പറയുന്നുണ്ടല്ലോ, എത്രയൊക്കെ പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആരും ഇല്ലാത്തതായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് വല്ലാതെ വേദനിക്കും. ആരും ഉണ്ടാവില്ല. നമുക്ക് സങ്കടത്തിലും സന്തോഷത്തിലും നമുക്ക് ഒരു കാര്യത്തിലും നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിലോ, നമുക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കേൾക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതാണ് വേദനിപ്പിക്കുന്ന ലോൺലിനെസ്, ഒറ്റപ്പെടൽ. അപ്പോ ഇന്നത്തെ വിഷയം ഒറ്റപ്പെടലാണ്. വിവിധ തലങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം. ചിരിച്ചുകൊണ്ടൊക്കെ പറയുമെങ്കിലും ശരിക്കും അനുഭവിച്ചാൽ മാത്രമേ അറിയാവൂ. അത് ഭയങ്കര ഒരു വേദനയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്കാരുമില്ല. ഞാൻ പലർക്കു വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷെ എനിക്ക് വേണ്ടി ഒന്നിനും ആരുമില്ല, അല്ലെ? കുറെ പേര്, ഒരു 10,000 പേര് ഇൻസ്റ്റാഗ്രാമിൽ കാണും, കുറെ 10,000-20,000 പേര് ടിക്ടോക്കിൽ കാണും, പിന്നെ കുറെ പേര് യൂട്യൂബിൽ കാണും, പിന്നെ കുറെ പേര് ഫേസ്ബുക്കിൽ കാണും, പിന്നെ നമ്മളെ വീട്ടിൽ കാണും, നാട്ടിൽ കാണും, ജോലി സ്ഥലത്ത് കാണും. പക്ഷേ നമുക്കൊന്ന് ചെന്നിരുന്ന് പൊട്ടിക്കരയാൻ ഒരാളും ഉണ്ടാവില്ല, ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. അതാണ് ലോൺലിനെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഏകാന്തത എന്ന് പറയില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പുസ്തകം വായിക്കാനോ, ഒറ്റയ്ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ, ഒറ്റയ്ക്ക് കുറച്ചു നേരം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനോ, ഫിഗർ ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള അതുണ്ടല്ലോ, അത് ഏകാന്തതയാണ്. പക്ഷെ ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാല് നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ഈ ഒറ്റപ്പെടലിന്റെ സൈക്കോളജി ശരിക്കും എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പണ്ട് കാലത്ത് മനുഷ്യൻ കൂട്ടം കൂട്ടമായിട്ട് കാടുകളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഒറ്റയ്ക്കാവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്കിയാണ്. വന്യമൃഗങ്ങൾ ആക്രമിക്കാം, എന്തെങ്കിലും അപകടത്തിൽപ്പെടാം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് തരാൻ ആരും ഇല്ലാതെ പോകാം. അപ്പോ ആ ഒരു സമയത്ത് നമ്മുടെ മനുഷ്യ ബ്രെയിൻ ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതായത് എപ്പോഴും സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാവണം, നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ കൂടി ഉണ്ടാവണം, അത് നമ്മുടെ പ്രൊട്ടക്ഷൻ ആണെന്നാണ് നമ്മുടെ തലച്ചോർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ അമിഗ്ഡലയില്ലേ, ഭയങ്കര സെൻസിറ്റീവ് ആവും. അതായത് അതൊരു ത്രെട്ടായിട്ട് കാണാൻ തുടങ്ങും. എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം നമ്മളെ തേടിയെത്തും എന്ന് നമ്മുടെ അമിഗ്ഡല നമ്മളെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോൺലിനെസ്സിനെ പറ്റിയിട്ട് ഒരൊറ്റ വാക്കി പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ പെയിൻ, അല്ലെ? നമുക്ക് സാമൂഹികമായിട്ടുണ്ടാവുന്ന ഒരു വേദനയാണ് ലോൺലിനെസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദന. റീസെന്റ് ഉള്ള ന്യൂറോ സയൻസ് പഠനങ്ങൾ പറയുന്നത്, നമുക്കൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പെയിൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ആക്ടിവേറ്റ് ആകുമോ അതേ രീതിയിലാണ് നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ വേദനിക്കുന്നത് എന്ന്. അതായത് ബ്രെയിൻ സെയിം റിയാക്ഷൻ ആണ് നമ്മുടെ ഒരു ഫിസിക്കൽ പെയിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒറ്റപ്പെടലിനും കൊടുക്കുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇനി കുറച്ച് ബ്രെയിൻ സയൻസ് പറയട്ടെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല പറയുന്നു അലേർട്ട്, ഡേഞ്ചർ, ഒറ്റപ്പെട്ടിരിക്കുന്നു, സൂക്ഷിച്ചിരിക്കുക, ജാഗ്രത പാലിക്കുക എന്ന് പറയും. അപ്പൊ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ അങ്ങോട്ട് ഇൻക്രീസ്ഡ് ആവും. എന്നിട്ട് നമ്മളെ നന്നായിട്ട് സ്ട്രെസ്ഡ് ആക്കും. കാരണം ഓൾറെഡി ഒരു അപകടം ഡിറ്റക്ട് ചെയ്തല്ലോ നമ്മുടെ അമിഗ്ഡല. അപ്പോഴാണ് നമുക്ക് പിന്നെ ഉറക്കം കുറയും, ചിന്തകൾ കൂടും, ചിലപ്പം അമിതമായിട്ട് വിശപ്പ് തോന്നും, ഇമോഷണൽ ഹങ്കർ എന്ന് പറയും. എന്തൊക്കെയോ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം, അത് നമ്മളെ കംഫർട്ട് ചെയ്യും, അങ്ങനെ തോന്നും. ഒരുതരം ഇല്യൂഷൻ ആയിട്ടുള്ള ഒരുതരം വിശപ്പാണത്. ഇനി ചിലർക്ക് വിശപ്പേ ഇല്ല, ഒന്നും കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ കരയാൻ തോന്നും, ഒരാവശ്യമില്ലാത്ത ചിരിക്കാൻ തോന്നും, കാണുന്നവർക്കൊക്കെ ഇത് എന്താണെന്ന് തോന്നും, ചിലപ്പോൾ ഒരു ഫ്രീസ് ആയിട്ടിരിക്കും, ഇങ്ങനെയൊക്കെ. ഓക്സിറ്റോക്സിൻ ഉണ്ട്,
നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഓക്സിറ്റോസിനാ കൂടുന്നത്. പക്ഷെ ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു ലാക്ക് വരുമ്പോ ഓക്സിറ്റോക്സിൻ ഒരുപാട് അങ്ങ് കുറയും. ലൈക്ക് നമുക്കൊന്നിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആരും ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ മാത്രമായി പോകുന്ന പോലെ, നമ്മൾ ഈ ലോകത്ത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഒന്നുമല്ലാത്ത പോലെ ഒരു ഫീലിംഗ്. പിന്നെ ഒറ്റപ്പെടൽ നമ്മുടെ ഗട്ടിനെ ഭയങ്കരമായിട്ട്, നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. എങ്ങനെ ബാധിക്കും? നമുക്ക് പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. കഴിക്കുന്ന ഒന്നും ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. പിന്നെ ഹാർട്ടിനെ വരെ ബാധിക്കും. എങ്ങനെയാണ്? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും, അതങ്ങനെ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒറ്റപ്പെടൽ ഉണ്ടാവുമ്പോൾ ഇല്ലാത്ത സങ്കടങ്ങളില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈയിടയ്ക്ക് ഒരു സൈക്കോളജി പുസ്തകത്തിൽ വായിച്ചതാണ്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ആളുകളുടെ അഭാവമല്ല, മറിച്ച് അർത്ഥവത്തായ ആളുകളുടെ അഭാവമാണെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, എപ്പോഴും എല്ലായ്പ്പോഴും ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് ഒരാളിൽ നിന്ന് കിട്ടുന്ന ഒരു ബോണ്ടിങ് ഇതില്ലാത്തൊരവസ്ഥയാണ്. നമുക്കിപ്പോ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കാം, തനിച്ചിരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ കുറേ ആളുകൾ ചുറ്റും ഉണ്ടായിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ, ഒരു എൻവയൺമെന്റിൽ ഒന്നുമില്ലാതെ, ആരുമില്ലാതെ ആയിപ്പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതാണ് ശരിക്കും, അങ്ങനെയാണ് ഒറ്റപ്പെടലിനെ നിർവചിച്ചിരിക്കുന്നത്. നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ കറക്റ്റ് ആണത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരാളില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരാളിൽ നിന്ന് കിട്ടാത്ത, ഒരാളിൽ നിന്നെങ്കിലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഒറ്റപ്പെടലിന് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് സോഷ്യൽ ആയിട്ടുള്ള സാമൂഹിക ഒറ്റപ്പെടലുണ്ട്, സോഷ്യൽ ഐസൊലേഷൻ. സെക്കൻഡ് വൺ ഇമോഷണൽ ഐസൊലേഷൻ, വൈകാരികമായിട്ടുള്ള ഒറ്റപ്പെടൽ. ഈ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ഇമോഷണൽ ഐസൊലേഷന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോഷ്യൽ ഐസൊലേഷൻ, ഫസ്റ്റ് ഇമോഷണൽ ഐസൊലേഷൻ പറയാം. അതായത് നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ജോലി സ്ഥലത്ത് ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളും ആൾക്കാരും എല്ലാവരും ഉണ്ട്. പക്ഷെ രാത്രിയാകുമ്പം ഒരുപാട് ചിന്തകൾ വരും. എനിക്ക് ആരുണ്ട് എന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ, എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാനും, നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും, നമുക്ക് ഒരു ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ മനസ്സുറന്ന് സംസാരിക്കാനോ ഒന്നും ഒരാളും ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് ഇമോഷണൽ ലോൺലിനെസ് എന്ന് പറയുന്നത്. ഇമോഷണലി നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒന്നും ഷെയർ ചെയ്യാതെ നമ്മൾ തന്നെ എല്ലാം ഉള്ളിലൊതുക്കി വേദനിച്ച് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോൺലിനെസ് ആണ് ഇമോഷണൽ ലോൺലിനെസ്. ഇനി സോഷ്യൽ ലോൺലിനെസ് ഉണ്ട്. സോഷ്യൽ ലോൺലിനെസ് എന്ന് പറയുന്നതാണ് അധികം ആൾക്കാരായിട്ട് കൂട്ടുകൂടാൻ പറ്റില്ല. കാരണം ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൂട്ടുകൂടിയ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ആരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റില്ല, ആരുടെടുത്തും അധികം മിണ്ടാൻ പറ്റില്ല, ആരുടെ അടുത്തൊരു ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ഇവഞ്ച്വലി നമ്മൾ ഉൾവലിയാൻ തുടങ്ങുന്നതും ഈ ഒരു സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവുന്നതും ഒക്കെ. ഈ സോഷ്യൽ ഐസൊലേഷനെയും ഇൻട്രോവേർട്ട് നേച്ചറിനെയൊക്കെ പലരും തെറ്റിദ്ധരിക്കും. പക്ഷെ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കാരണം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആരോട് സംസാരിക്കാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു പീസ്ഫുൾ എൻവയൺമെന്റ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ് ഇൻട്രോവേർട്സ്. അവർക്കത് കിട്ടാത്ത സാഹചര്യങ്ങളാണ് അവർ ആരോടും മിണ്ടാതെ ഇരിക്കുന്നത്. അപ്പൊ അതും ഈ സോഷ്യൽ ഐസൊലേഷൻ രണ്ടാണ്. സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഐസൊലേഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ പെയിന്റെ ഒരു ബൈ പ്രൊഡക്റ്റും ആയിട്ടാണ് ഉണ്ടാകുന്നത്. കുറേ പേര് കരുതുന്നത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, ഒരാൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് സ്വയം കരുതും, ഓക്കെ അതെന്റെ ഒരു വീക്ക്നെസ് ആണ്, എന്റെ ഒരു ദൗർബല്യമാണെന്നൊക്കെ കരുതും. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാല് സൈക്കോളജി പറയുന്നത് അത് നമ്മുടെ ഒരു ഇമോഷൻ ആണെന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, വിശപ്പ് നമ്മളോട് പറയും, നമ്മുടെ ശരീരത്തോട് പറയും എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയില്ലേ. അതുപോലെ ഈ ഒറ്റപ്പെടല് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അർത്ഥമുള്ള ബന്ധങ്ങൾ വേണം, മീനിങ് ഫുൾ ആയിട്ടുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ ഒരു ഇമോഷൻ ആണ് ശരിക്കും ഒറ്റപ്പെടൽ. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മോശമൊന്നുമല്ല. നമ്മളിപ്പോ ഒറ്റപ്പെട്ട് പോയെന്നിരിക്കട്ടെ, പക്ഷെ നമുക്കൊരു ഹെൽത്തി
ഹെൽത്തി സോൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയാണ് ഈ ഹെൽത്തി സോൾട്ടിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ഓൾറെഡി ഒറ്റപ്പെട്ടു പോയി. ലോൺലിനെസ് ഉണ്ട്. ഈ ലോൺലിനെസ്സിനെ നമുക്കൊരു ഹെൽത്തി സോൾട്ടിറ്റ്യൂഡ് ആയിട്ട്, അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഏകാന്തതയായിട്ട് എങ്ങനെ മാറ്റാം? അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഹെൽത്തി ലോൺലിനെസ് ഉണ്ടെങ്കിലും അതിനൊരു മറുവശമുണ്ട്. ക്രോണിക് ലോൺലിനെസ് എന്ന് പറയും. അതായത് ഈ ഒരുപാട് കാലം സുദീർഘമായിട്ട് ലോൺലിനെസ്സിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വലിയ ശതമാനം സാധ്യതയുണ്ട് ആങ്സൈറ്റി വരാനും, ഡിപ്രഷൻ വരാനും, ഫിസിക്കൽ ഹെൽത്ത് ഡൗൺ ആവാനും ഒക്കെയുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് എത്ര ആളുകളായിട്ട് ബന്ധമുണ്ടെന്നല്ല, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെങ്കിൽ ഒരാള് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഈ ഒരു അവസ്ഥയിലെ ഒറ്റപ്പെടലിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഡിഫോൾട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട്, കണക്ട് ആൻഡ് കോർപ്പറേറ്റ് എന്നുള്ളതാണ്. അതുള്ള മനുഷ്യരുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവാനും, പിന്നെ അതൊരു കണക്ഷൻ ആയിട്ട് മാറാനും, പിന്നെ അവിടെ നിന്നൊരു ഒരുമിച്ച് സഹകരിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും കൂടിയുള്ള രീതിക്കാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ അല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അത് പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡേഞ്ചർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു സർവൈവൽ മെക്കാനിസം ആണ്. സേഫ് ആയിട്ടുള്ള ആളുകൾ ചുറ്റും ഉണ്ടാകുമ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളത്, നമ്മളൊക്കെ നമ്മുടെ പൂർവികരൊക്കെ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് അന്നത്തെ മനുഷ്യരുടെ ബ്രെയിനിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റം ആണത്. ഒരു സർവൈവൽ മെക്കാനിസം ആണ്. ആ ജീൻസ് ആണ് ഇങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെട്ട് നമ്മളിലേക്ക് നിൽക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇന്ന് നമ്മൾ കാട്ടിലൊന്നുമല്ല, ഇന്ന് നമുക്ക് വന്യജീവികളൊന്നും ആക്രമിക്കാനില്ല, ഇന്ന് നമ്മൾ ഒറ്റയ്ക്കായി പോലും വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ചിന്തിക്കാനേ അറിയുള്ളൂ എന്നതാണ്. നമ്മുടെ തലച്ചോറിൽ മറ്റൊരു ഭാഗമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാനും, നമുക്ക് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും, നമ്മുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവാനും, കാര്യങ്ങളെ ലോജിക്കലി കണക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഒരു ഭാഗം ഒരുപാട് കാലം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ അത് നിന്നിട്ട് ഈ ഒരു കോർട്ടിസോളിന്റെ അമിതോത്പാദനവും സ്ട്രെസ്സും അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എൻ്റെ ലൈഫിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവില്ല, എല്ലാ കാലവും ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് തന്നെ പോകും, എനിക്കിനി ഒരു നല്ല കാലമില്ല, അല്ലെങ്കിൽ എല്ലാവരും കൂടെയുള്ള എന്നെ മനസ്സിലാക്കുന്നവരില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ അത് ലോജിക്കലി ഇൻകറക്റ്റാണ്. കാരണം അതിന് ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഡൗൺ ആയി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ലോജിക്കലി ഈ ഒരു സമയം കടന്നു പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുമുള്ള ആൾക്കാരും നമ്മുടെ ലൈഫിൽ നമുക്കറിയാത്ത എത്രയോ മനുഷ്യർ ഇനിയും വരാനിരിക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെ സംഭവിക്കാം, നമ്മുടെ ലൈഫ് നല്ലൊരു ടേണിംഗ് പോയിന്റിലേക്ക് പോവാം. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ വേദനകളും മാറാം എന്നുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് കുറയും. അതുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടം തോന്നുന്നത്. ഇതൊന്നും ഒരിക്കലും മാറില്ല, എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് പോകുന്നത്. ഇങ്ങനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ ബ്രെയിനിലെ പല ഭാഗങ്ങളും ഇങ്ങനെ ഡൗൺ ആക്കി തുടങ്ങുമ്പോൾ ശരിക്കും ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടാവും. ഈ എംപ്റ്റി സ്പേസ് എങ്ങനെയാണെന്നറിയോ ഫില്ലപ്പ് ആവുന്നത്? ഓവർ തിങ്കിങ് കൊണ്ട്. നമ്മളിങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാവരും എങ്ങനെയായിരുന്നു, ഓരോ കോൺവെർസേഷനും നമ്മളിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞു പോയ എല്ലാം നമ്മൾ വീണ്ടും കീറി മുറിച്ച് പരിശോധിക്കും. ഇനി വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാനുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു റിസൾട്ട് അസ്യൂം ചെയ്തുകൊണ്ട് വെറുതെ ആങ്ഷ്യസ് ആവും. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് സ്ട്രെസ്ഡ് ഔട്ട് ആവും, ഡിപ്രഷൻ ആവും. അങ്ങനെ നമ്മളറിയാതെ പെയിനിൽ നിന്ന് പെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ ഓവർ തിങ്കിങ് ആണ് ഇതിന്റെ ഒക്കെ ബേസിക് എന്ന് പറയുന്നത്. ഒന്നും ചിന്തിക്കാതിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനമാണ്. പക്ഷെ ചിന്തിക്കാതിരിക്കാനുള്ള ഒരു കൺട്രോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആവുന്നത്. ഈ ഒറ്റപ്പെട്ടു പോകുമ്പോൾ 2 വഴികളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ വഴി ഇങ്ങനെ ചിന്തിക്കാം നെഗറ്റീവായിട്ട്. രണ്ടാമത്തെ വഴി പോസിറ്റീവായിട്ട്. നെഗറ്റീവായിട്ട് ആണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. ലൈക്ക് എന്നെ ആർക്കും വേണ്ട, എല്ലാവരോടും കൂടുതൽ ഡിസ്റ്റൻസ് വെക്കണം, ആരോടും ഒന്നും മിണ്ടണ്ട, ഒന്നും വേണ്ട, ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യണ്ട, ജീവിതത്തിന് ആരും ഇല്ല എന്നതിലുപരി നമ്മൾ ചിന്തിക്കാൻ എന്താണെന്നറിയാം, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലെത്തിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ, ഒരു നല്ല ചിന്തയും ഇല്ലാതെ, ഒരു ഗ്രോത്തും ഇല്ലാതെ പോകുന്ന ഒരു വഴി. ആ വഴിയിലേക്ക് കുറച്ചെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അവിടുന്ന് തിരിച്ചു വരണം. കാരണം നമുക്ക് നല്ലൊരു വഴി വേറെയുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വഴി. അവിടെ ഞാൻ ഈ പറഞ്ഞ ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല. ഈ രണ്ടാമത്തെ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നെ എനിക്ക് വേണം. എന്നെ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് ചിന്തിക്കുക. എനിക്ക് ഞാനുണ്ടല്ലോ. സോ ഈ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് എന്താണ് നമ്മളെ നന്നായിട്ട് ഗ്രൂം ചെയ്തെടുക്കും. നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ നോക്കും. നമ്മുടെ മനസ്സിന് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സും ശരീരവും കുറച്ചുകൂടി സേഫ് ആക്കി വെക്കാൻ നമുക്ക് നമ്മുടെ സറൗണ്ടിങ് എന്തൊക്കെ ബെറ്റർ ആക്കാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്ന്. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഫിനാൻഷ്യലി നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ നല്ല സ്കിൽസ് പഠിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻഗേജ്ഡ് ആവും. നമ്മൾ പോസിറ്റീവ്ലി എവിടെയെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിച്ച് നമ്മൾ ഒന്നുമില്ലാത്ത ഫ്രം സ്ക്രാച്ച് ടു സംതിങ് നമ്മൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ നമ്മളെ തന്നെ മാറ്റി നമ്മൾ നമ്മളാൽ എൻഗേജ്ഡ് ആയി അങ്ങനെ വന്നൊരു പോയിന്റ് കഴിയുമ്പം ഈ ഒറ്റപ്പെടലൊക്കെ നമുക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആവാം. ഈ പറയുന്ന അർത്ഥമുള്ള ബന്ധങ്ങൾ വന്നാൽ ഓക്കെ നമുക്ക് നോക്കാം. വന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നുമില്ലാതെ അല്ല ഇരിക്കുന്നത്. എനിക്ക് ഗ്രോത്ത് ഉണ്ട്. സ്റ്റിൽ ഐ ആം ഗ്രോയിങ്. സ്റ്റിൽ എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. സ്റ്റിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട് നമുക്ക്. അതിനിപ്പോ നിങ്ങൾ ഏതൊരു അവസ്ഥയിലായിക്കോട്ടെ, ഏതൊരു പ്രായത്തിലുള്ള ആളോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലോ, എത്ര ഒരു മോശം ഹെൽത്ത് കണ്ടീഷനിലോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു രണ്ടാമത് പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ, സ്റ്റിൽ ആ വഴി അവിടെ ഉണ്ട്. നമ്മൾ കാണാത്തതൊന്നും ഇല്ലാത്തതല്ല. അത് കാണാൻ ആദ്യം ഒന്ന് കണ്ണ് തുറക്കണം. അല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞ് ആ നെഗറ്റീവ് വഴിയിലോട്ട് നോക്കി കുറെ ഓവർ തിങ്കിങ്, ഇനി എനിക്ക് ലൈഫില്ല, എന്റെ ലൈഫിന് ഒരു അർത്ഥമില്ല, എനിക്കൊന്നും വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ട് ഈ പറയുന്ന ആങ്സൈറ്റിയും, ഈ പറയുന്ന ഡിപ്രഷനും, ഈ പറയുന്ന ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മളെ ഈ കൊല്ലുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. നമുക്ക് ഇതിനൊന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട്, അല്ലാതെ ഇങ്ങനെ കരയാൻ പറ്റാതെ മരവിച്ചിരുന്നിട്ടൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ കുറെ നാൾ ആ ഒരു ഫേസ് അല്ലേ മതി. ഇനി നമുക്ക് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വഴി നോക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി? എനിക്ക് എന്താ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ? എനിക്ക് ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ ലൈഫിൽ എനിക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഞാൻ സേഫ് ആകും. ഫിനാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫിനാൻസ് ഹാപ്പിനെസ് തരുമെന്ന് വെച്ചാൽ ഹാപ്പിനെസ് തരും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനും, നമ്മുടെ പർച്ചേസിംഗ് പവർ കൂട്ടാനും, നമുക്ക് ഇഷ്ടമുള്ള പോലെ പോകാനും, ഇഷ്ടമുള്ള സമയത്ത് പോകാനും, നമുക്ക് സേഫ്റ്റി തരാനും, നമുക്ക് റെസ്പെക്ട് കിട്ടാനും, വാല്യൂ കിട്ടാനും ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എവിടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാം, എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യം ചിന്തിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. സെയിം ടൈം ഈ ഒറ്റപ്പെടലോ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ നമ്മൾ പോകാൻ പഠിക്കുന്ന റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു യാത്ര പോയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക്? കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റും. ധൈര്യമായിട്ട് പോവാം. ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഒരു യാത്ര, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോവാ, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ കാണാൻ പോവാ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോവാ. അതൊക്കെ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടു. ഒരു ട്രാവൽ വ്ലോഗാണ്, ഒരു മലയാളി, സാധാരണക്കാരായിട്ടുള്ള മലയാളിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ അദ്ദേഹം അന്റാർട്ടിക്കയിൽ പോകുന്നതാണ്. കപ്പലിൽ സഞ്ചരിച്ച് അന്റാർട്ടിക്കയിൽ എത്തിയിട്ട് ആ ഒരു ദിവസങ്ങളുടെ എക്സ്പീരിയൻസും ആ ഒരു കപ്പൽ യാത്രയും ആ അന്റാർട്ടിക്കയിൽ പോയിട്ടുള്ള അനുഭവങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാലുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട്. നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടുക, നമുക്ക് ഇഷ്ടമുള്ളതൊന്നും നമുക്ക് പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ പൈസ നമുക്ക് ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത്രയൊക്കെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞാലും, അപ്പോൾ നമുക്കൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം, നമ്മൾ എന്ത് എൻഗേജ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് ആ ഒരു സെയിം കാര്യത്തിൽ കൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്തും എന്നാൽ നമ്മൾ ഫുള്ളി എൻഗേജ് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെവലപ്പ് ആവാൻ പറ്റും. അതാണ് ഞാൻ ആ പറഞ്ഞ രണ്ടാമത്തെ വഴി. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചാൻസസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനില് ഒരുപാട് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്രെയിനിലെ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഫീച്ചർ, ഒരു ക്യാരക്ടറിസ്റ്റിക് എന്നൊക്കെ പറയാം. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്
എങ്ങനെയും മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ വിചാരിക്കും എനിക്ക് മാറാൻ പറ്റില്ല, എനിക്ക് എൻ്റെ തോട്ട്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥ മാറാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറാനുള്ള ഒരു കഴിവ് നമ്മളുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ ഉണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഈ കുറേ കാലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന വേദനയിൽ നമ്മുടെ മൈൻഡിന് എങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞാലും ശരി, സ്റ്റിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ് ഒക്കെ പുതിയൊരു പുതിയൊരു പാറ്റേണിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവാനുള്ള ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്കുണ്ട്, നമ്മുടെ ബ്രെയിനിനുണ്ട്. സോ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണ്ടേ. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല. നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ കുടലിനെയും നമ്മുടെ സ്ട്രെസ്സിനെയും നമ്മുടെ ഹോർമോണിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഉറക്കത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു ടോട്ടൽ സം ആണ് ഈ പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെയിൻ ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാല് നമ്മൾ ഈ പറയും ഞാനിപ്പോ മെൻഷൻ ചെയ്ത ഓരോന്നും വീക്കായിട്ട് വന്ന് നമ്മൾ എവിടെ ചെന്നെത്തും? താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ചയുള്ളൂ എന്ന്. അത് ഭയങ്കര ശരിയാണ്. നമ്മള് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ ലൈഫ് നമ്മളെ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ പെയിൻ അനുഭവിച്ചു. ആ പെയിനെ നമ്മൾ ചിന്തിച്ച് കൂട്ടി കൂടുതൽ പെയിനെ നമ്മളിനെ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഓരോ കാര്യങ്ങളും, ഓരോ മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൽ വേദനിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വീക്കായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ താങ്ങാൻ ആളില്ലാത്ത നമ്മൾ പിന്നെ തളർച്ചയും കൂടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് പോവണ്ട. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമുക്ക് പുതിയ ബന്ധങ്ങൾ സ്വീകരിക്കാൻ വളരെയധികം മടി തോന്നും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരോടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തോന്നും. ആരെയും അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒക്കെ പോകും. നല്ല കണക്ഷൻസ് വേണമെന്ന് തോന്നും, സെയിം ടൈം അത് വേണ്ടാന്നും തോന്നും. അതൊക്കെ നമ്മുടെ ട്രോമ റെസ്പോൺസ് ആണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമില് നമുക്ക് ആരും ഇമോഷണലി അവൈലബിൾ ആവാതിരുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള കളിയാക്കലുകളും മാറ്റി നിർത്തലുകളും ഒറ്റപ്പെടുത്തലുകളും, അത് മറ്റുള്ളവർ ഓൺ പർപ്പസ് ചെയ്ത് ഒറ്റപ്പെടുത്തലാണെന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള റിയലൈസേഷനും ഒക്കെ നമ്മുടെ മൈൻഡിൽ വലിയ ട്രോമാസ് ആണ്. അത് ഈ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് ട്രോമ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ വീണ്ടും വീണ്ടും അതെപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് ഇരുന്നിട്ട് ഓരോ സമയം നമുക്ക് അതിൽ തട്ടി വേദനിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം അതുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പലതും വേണം, എന്നാൽ സെയിം ടൈം നമുക്കത് വേണ്ട. അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ വന്നാൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാത്തിനോടും ഒരു തരം സ്കെപ്റ്റിസിസം, നമുക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ട് ഇരുന്നതിന് റിപ്പീറ്റഡ് ആവാനുള്ള ഒരു സാധ്യത നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സൈക്കോളജിയിൽ അറ്റാച്ച്മെന്റ് തിയറി ഉണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള അറ്റാച്ച്മെന്റ്സ് നമുക്കൊരു അറ്റാച്ച്മെന്റ് പാറ്റേൺ രൂപപ്പെടുത്തും. അതായത് സെക്യൂർ അറ്റാച്ച്മെന്റ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, അങ്ങനെ. സെക്യൂർ അറ്റാച്ച്മെന്റ് പാറ്റേൺ ഉള്ളവർക്കാണ് നമ്മൾ എത്രയൊക്കെ വേദനിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് മൈൻഡിൽ ഓക്കെ ആയിരിക്കും. നമുക്ക് ഓക്കെ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പുതിയ ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും വീണ്ടും നമുക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ അത്രയും വലുതായിരിക്കും. കാരണം നമ്മൾ എല്ലാവരോടും ആ ഡിസ്റ്റൻസ്, ഒരു കൈയകലം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കൈയകലത്തിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു ഡിസ്റ്റൻസ്, ഒരു ഇൻവിസിബിൾ ഒരു ഒരു ഡിസ്റ്റൻസ് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇൻവിസിബിൾ ഒരു വാൾ പോലെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ പെട്ടെന്ന് കണ്ണി കാണുന്ന എല്ലാ ബോണ്ടൊന്നും അല്ല, കണ്ണി കാണുന്ന എല്ലാത്തിനോട് ചെന്ന് നമ്മളങ്ങ് അറ്റാച്ച്മെന്റ് ആവാൻ ശ്രമിക്കും. പെട്ടെന്ന് തന്നെ നമുക്കൊരു തിക്താനുഭവം ഉണ്ടാവും. നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് ബാക്ക്വേർഡ് നമ്മളെ ചവിട്ടി തെറിപ്പിച്ച പോലെ ഒരു അനുഭവം ഉണ്ടാവുക. വീണ്ടും അടുത്ത ഒരാള് ഒരു കൺസിഡറേഷൻ, ഒരു സമയം കാണിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഓടിച്ചെല്ലുക, കുറച്ച് എക്സ്പെക്ടേഷൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ അത് ഒന്നുമില്ലാതെ ഒരു സഡൻ ഒരു പേ ബാക്ക് പോലെ, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരവസ്ഥ വരിക. അതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതായത് നമുക്ക് സെയിം ടൈം ഒരു കാര്യം വേണം എന്നാൽ അത് വേണ്ട, ലൈക്ക് സ്നേഹം വേണം എന്നാൽ സ്നേഹം വേണ്ട, അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ഡിസോർഗനൈസ്ഡ്, എന്നാൽ സെയിം ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്രേവിങ്സും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പതിയെ നമ്മൾ ഈ ഒറ്റപ്പെടൽ തിരഞ്ഞെടുക്കാൻ തുടങ്ങും. ലൈക്ക് വി വിൽ ചൂസ് ലോൺലിനെസ്. കാരണം നമ്മൾ വിചാരിക്കും ഒറ്റപ്പെടലാണ് നല്ലത്. കാരണം എവിടെയും പോയി വേദനിക്കണ്ടല്ലോ, എനിക്ക് ഞാനായിട്ടിരുന്നാൽ മതി, അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ ഉള്ളിൽ ഒരു ബ്യൂട്ടിഫുൾ സോൾ ഉണ്ട് എന്നൊക്കെ ഉണ്ട്. നമ്മൾക്ക് ആ ഒരു പോയിന്റിൽ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു
സേഫ് ഫീലിംഗ് ആണത്. ഒറ്റയ്ക്കായ ആരും എന്നെ വേദനിപ്പിക്കില്ല. എനിക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ അവസ്ഥയില് നമുക്ക് മനുഷ്യർ ആയിട്ടുള്ള കണക്ഷൻസ് ഇല്ലെങ്കിൽ പോലും പെറ്റ്സ് കൂടെ ഉണ്ടാവുന്നത്, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വളർത്തു മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ കൂടെ ഉള്ളത്, അതുപോലെ തന്നെ ഹോമിൽ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ കൊച്ചു ഗാർഡൻസ് ഒക്കെ ആഹ് നോക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്നോടെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ പുസ്തകങ്ങളോട്, പാട്ടുകളോട് ആ ഒരു ആ ഒരു കണക്ഷനൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഞാൻ മതി, എനിക്ക് എന്റെ മൂല്യം അറിയാം, ഐ നോ മൈ വാല്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നത് വളരെ നല്ലതാണ്. ഇനി ഹീലിംഗിനെ കുറിച്ച് പറയട്ടെ. ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. അവിടെയാണ് ഏതൊരു ഹീലിംഗും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്ത് എന്തോ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നു, ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനാണ് നമ്മുടെ സമൂഹം നമ്മളിങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ട. നമുക്ക് വന്നിട്ടുള്ള മുറിവുകൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ, പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം അല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമോ നമ്മുടെ ഒരു വീക്ക് പോയിന്റോ ഒന്നുമല്ല, മറിച്ച് അത് നമ്മുടെ കഥയുടെ ഒരു ഭാഗമാണ്. അതായത് എന്റെ ലൈഫിലെ എന്റെ സ്റ്റോറിയിലെ ചില പാർട്സ് മാത്രമാണത്. അത് ആ കഥയുടെ ഒരു ഭാഗമാണ്. അതുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയിലെ, അതായത് നിങ്ങൾക്കൊരു കഥയുണ്ട്, ആ കഥയിലെ ചില ഭാഗങ്ങൾ മാത്രമാണ്, അതെല്ലാം അല്ല. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ആവുന്നത്. ഹീലിംഗും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ മാത്രമേ ബ്രെയിനിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആ ഒരു മാറ്റത്തിലേക്ക് ബ്രെയിൻ പോവുള്ളൂ. നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഈ ബ്രെയിൻ ബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാലേ, ഈ ബ്രെയിനും മനസ്സും ഒന്നാണോ, തലച്ചോറ് മനസ്സും ഒന്നാണോ എന്നൊക്കെ എപ്പോഴും ഒരു ഉം, ചോദ്യം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു ഹാർഡ്വെയറും നമ്മുടെ മൈൻഡ് ഒരു സോഫ്റ്റ്വെയറുമാണ്. അതാണ്, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ മറ്റൊന്ന് വേണം. ഈ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ രണ്ടും ചേർന്നതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാം അവിടെ നിന്ന് തുടങ്ങണം. നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് എപ്പോൾ കടിഞ്ഞാണിടാൻ പറ്റുന്നോ, എപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ, അപ്പൊ തൊട്ടാണ് നമുക്ക് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സാധ്യമാവുന്നത്. ചില കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റണം. ചില കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരിക്കാത്ത ഒരു രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ആവുന്നതും അപ്പൊ തൊട്ടാണ് നമുക്ക് ഈ ഹീലിംഗ് സാധ്യമാവുകയും ചെയ്യുന്നത്. ഒറ്റപ്പെടലൊന്നും അനുഭവിക്കാത്ത ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റപ്പെട്ടു പോയ ഒരാളെ കാണുമ്പോൾ ഓ, അയാൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത് എന്നുള്ള ഒരു ജഡ്ജ്മെന്റൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം അയാൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം ഈ ഒരു സ്റ്റേജിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് നമുക്കപ്പോൾ ഉണ്ടാവേണ്ടത്. ശരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. ലൈക്ക് ഇത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവണം ഈ ഒരാള് എന്നുള്ള ഒരു ഒരു അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ലെവൽ ഓഫ് അപ്ഗ്രേഡിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ നമ്മൾ ഒറ്റപ്പെട്ടു പോകൂലേ, പിന്നെ ആ കുറെ വേദനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഒരു കരയ്ക്കെത്തും. ചെറിയ ഒരു ഒരു തുരുത്താണെങ്കിൽ പോലും അവിടെ നമുക്കൊരു സെൽഫ് ഡിസ്കവറി ഉണ്ട്. നമുക്ക് ആ ഒരു സെൽഫ് ഡിസ്കവറി നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഒരു കഴിവില്ലാതെ ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ ഇഷ്ടമുണ്ട്, പാഷൻ ഉണ്ട് എന്നൊക്കെ ഒരു ഡിസ്കവറി നമുക്കപ്പോൾ ഉണ്ടാവണം. അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു ഔട്ട്സൈഡ് വാലിഡേഷന്റെ ഒന്നും ഒരു ആവശ്യം വരില്ല. മറ്റാരും നമ്മളെ അംഗീകരിക്കണ്ട, മറ്റാരും നമ്മളെ കൺസിഡർ ചെയ്യണ്ട, മറ്റാരും നമ്മളെ ഉൾപ്പെടുത്തണ്ട. ബട്ട് സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ട്. അത് വേണം നമുക്ക്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും വേറെ ഒരു അനാവശ്യ ചിന്തയില്ലാതെ, വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഡിസ്ട്രാക്ഷൻ പാടില്ല, ഓവർ തിങ്കിങ് പാടില്ല, ഒരു കാര്യത്തെ പറ്റിയിട്ടും ആങ്ഷ്യസ് ആവേണ്ട, ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാ. ബാക്കി ഒരു കാര്യവും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ ഇത് പറ്റണം. നമുക്ക് നമ്മളെ കൂടെ ഒരു 10 മിനിറ്റ്സ് ഒരു ചിന്തകളും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം. പറ്റില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഇന്നും ഒരു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം. നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു സെൽഫ് ഡിസ്കവറി, സെൽഫ് അപ്ഗ്രേഡിങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇതിനൊക്കെ ബേസിക്കലി നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ വേണം. പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്, ഈ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നതെന്നാണ്.
ക്രിയേറ്റിവിറ്റി നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ഔട്ട്സൈഡ് വാലിഡേഷനും മറ്റുള്ളവരുടെ ഇന്റർഫിയറും ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റേജ് നമുക്കുണ്ടെങ്കിൽ അതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു ഒരു പക്വതയല്ലേ, ഇമോഷണൽ മെച്യൂരിറ്റി, അത് നമുക്കുണ്ടാവും. നമ്മളിപ്പോ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഉണ്ടാവാത്തൊരു സാധനമാണ്. ഞാൻ പറയാറുണ്ട്, ഈ അക്കാദമിക് ഇന്റലിജൻസും ഇമോഷണൽ ഇന്റലിജൻസും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. കുറെ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് കുറെ ഡിഗ്രീസും കുറെ സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവും, പക്ഷെ നമുക്കറിയില്ല എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കേണ്ടത്, എന്ത് തീരുമാനം എടുക്കണം, നമ്മൾ എന്താണ് ലൈഫിൽ പ്രാക്ടിക്കലി ഇമോഷണലി വേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. പക്ഷെ ഈ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയും സങ്കടമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരു സെൽഫ് റിയലൈസേഷൻ, ഡിസ്കവറി, ഒരു അപ്ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ നടത്തി തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവും. പിന്നെ സെൽഫ് റിലയൻസ് അതുണ്ടാവണമെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലൈഫിൽ കുറച്ചെങ്കിലും ഈ ഒറ്റപ്പെടലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുഭവിക്കണം. അപ്പോഴാണ് നമ്മൾ സെൽഫ് റിലയന്റ് ആവുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്, ഈ ഔട്ട്സൈഡ് വാലിഡേഷൻ ഒന്നും വേണ്ടാന്ന് തോന്നുന്നത്, നമുക്ക് നമ്മൾ മതി എന്ന് തോന്നുന്നത്, സെൽഫായിട്ട് എന്ത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ സെൽഫ് റിലയൻസ് എന്നുള്ള കാര്യം കൺഫ്യൂസ്ഡ് ആവില്ല. എനിക്ക് ഒരിക്കലും ആരും വേണ്ട അങ്ങനെയല്ല. എനിക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എനിക്ക് എന്നെ നോക്കാൻ പറ്റും, എനിക്ക് എന്റെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒരു കമ്പാഷനും ഒരു പ്രവൃത്തിയും ഒക്കെയാണ് ഇത്. നമ്മുടെ ടോളറൻസ് ലെവൽ നമുക്ക് കൂടും. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പം ലൈഫ് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്, നമുക്ക് നമ്മുടെ വാല്യൂ, നമ്മുടെ ലൈഫിന്റെ വിലയും ഒക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യും. കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. കാരണം കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം, ഓക്കെ ഇതൊരു പുതിയ ദിവസമാണ്, എൻ്റെ ലൈഫിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈവൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും, പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ്സ് ഒരു കാര്യമില്ലാതെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കാതെ നിങ്ങൾ കൂടെ ഒന്ന് ഇരുന്ന് ഒറ്റയ്ക്കാകുമ്പോൾ ജേർണലിംഗ് ചെയ്യാം, റീഡിങ് ചെയ്യാം, റൈറ്റിംഗ് എന്തെങ്കിലുമൊക്കെ എഴുതാം, ലൈഫ് പ്ലാൻ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, ഡിസിപ്ലിൻ കൊണ്ടുവരാം, ഫിറ്റ്നസ് കൊണ്ടുവരാം, നല്ല തോട്ട്സ് കൊണ്ടുവരാം, നമുക്ക് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാം, അറിഞ്ഞുകൂടാത്ത പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ഉണ്ടെങ്കിൽ ഇത് എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഒരിക്കലും വേദനയെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതല്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വേദനയിൽ നിന്നും പറന്നുയരാനുള്ള ഒരു കഴിവ്, ഒരു 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 പ്രാപ്തി, ഒരു എഫിഷ്യൻസി ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, ഒരു എഫേർട്ട് എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റപ്പെടല് ഒരാളെ തളർത്താം ചാൻസ് ആണ് പറയുന്നത്. അതുപോലെ ഒറ്റപ്പെടൽ ഒരാളെ ശക്തനാക്കാനും അല്ലെങ്കിൽ ശക്തയാക്കാനും പറ്റും. അപ്പോൾ ഒറ്റപ്പെടൽ നിങ്ങളെ തളർത്തണോ, ശക്തനാക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ പറയുന്ന തളർച്ചയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. മീൻസ് അതിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ. ഈ ഒറ്റപ്പെട്ട് പോയി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ തളർന്നൊരു മൊമെന്റാ. അത് കഴിയുമ്പോൾ നമുക്ക് വി നീഡ്സ് ടു ബി സ്ട്രോങ്. അത് നമ്മുടെ ആവശ്യമാണ്. അത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ എല്ലാ സമയവും കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള കണ്ണുനീരൊന്നും നിങ്ങൾക്കില്ല. മനസ്സിലായോ? സ്ട്രോങ് ആവാൻ പറ്റും. ആരാ പറഞ്ഞാ പറ്റില്ല എന്ന്? യു ക്യാൻ ആൻഡ് യു വിൽ. മണ്ണിൽ വീണുപോയ വിത്തിന്റെ കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഒരു വിത്ത് മണ്ണിൽ വീണുപോയി. മണ്ണിന്റെ ഉള്ളിലാണ് വിത്ത് ഇപ്പോൾ ലൈക്ക് ബറീഡ്. അവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. അവിടെ വിത്തിന്റെ കൂടെ ഈ പറയുന്ന ഒരു സീഡേ ഉള്ളൂ, അതിന്റെ കൂടെ വേറെ ഒരു സീഡും ഇല്ല. സോ ടോട്ടൽ സൈലൻസ്, ടോട്ടൽ ഡാർക്ക്നെസ്, യാതൊരു അനക്കവും ഇല്ല, മൂവ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല, സ്റ്റക്കായി പോയി. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ വേരുകൾ വരും, ചെറിയ മുകുളങ്ങൾ വരും, പുറത്തേക്ക് ഒരു ചെറിയ ഒരു തളിരില വരും, ഒരു കുഞ്ഞു ചെടിയായിട്ട് ഈ മണ്ണിന്റെ ഇരുട്ടൊക്കെ മാറ്റി വെളിച്ചമുള്ള, പ്രകാശമുള്ള, സൂര്യപ്രകാശമുള്ള, വാമത്തുള്ള ഈ ഒരു ലോകത്തേക്ക് ഒരു കുഞ്ഞു ചെടിയായിട്ട് വരില്ലേ വിത്ത്. പതിയെ പതിയെ വിത്ത് വളർന്ന് വളർന്ന് വലിയൊരു വൃക്ഷമാകും. ചിലപ്പോൾ കായ്ഫലം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് നല്ലൊരു തണലെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടാവാം. നിങ്ങളെ മനസ്സിലാക്കാൻ ഒരാളും ഉണ്ടാവില്ല. നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ കുറേ പേരുണ്ടായിരിക്കും. നിങ്ങൾക്കൊന്ന് കരയാൻ പോലും ഒരാളില്ല. നിങ്ങളെ നിശബ്ദത മനസ്സിലാക്കാൻ ആരുമില്ല. നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒന്നും ആരുമില്ല. അങ്ങനെയാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പ്രകാശിക്കുന്നത് ഇരുട്ടത്താണ്.
ഒരു വിത്ത് കുഴിച്ചുമൂടപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ലോകത്തേക്ക് വരുന്നത്. അതുപോലെ ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടല് ഒന്നിന്റെ അവസാനമല്ല. ഇവിടെ നിന്നിട്ടാണ് ഒരു സ്ട്രോങ് ആയ പേഴ്സൺ ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. ചിന്തിച്ചു നോക്കുക, കറന്റ്ലി യു ബറീഡ് ആസ് എ സീഡ്, ബട്ട് വൺ ഡേ യു വിൽ കം ഔട്ട് ഓഫ് ദ സോയിൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലാന്റ്. കുറേ സൺലൈറ്റും നല്ല വാമ്പൊക്കെയുള്ള, നല്ല പച്ചപ്പൊക്കെയുള്ള നല്ലൊരു ലോകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ബട്ട് സ്ട്രെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ചേഞ്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ച ഒരാൾക്ക് ഈ ലോകത്തിന്റെ കൂടെ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് ലൈഫിലെ എന്തിനേയും നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതിൽ കൂടുതൽ എന്ത് വേദനയാ? വേദനയൊക്കെ കുറെ അനുഭവിച്ചതല്ലേ. മറ്റുള്ള ഒന്നിനും ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. ലൈഫൊക്കെ മാറും. ഈ സിറ്റുവേഷൻസ് മാറും, ആളുകൾ മാറും, പുതിയ ബന്ധങ്ങളും പുതിയ സന്തോഷങ്ങളും പുതിയ ജീവിത സാഹചര്യങ്ങളും പുതിയ പ്രതീക്ഷകളും ഒക്കെ നമുക്കുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം.